ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വെജ് പുലാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ ജീരകശാല റൈസ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 1 ക്യാരറ്റ്. പിന്നെ ബീൻസ് ഒരു 200 ഗ്രാം, 1 കൈപ്പിടി. പിന്നെ ഒരു വെല്ലുള്ളി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ പുതിന, പിന്നെ ഒരു 3 പച്ചമുളക്. ഇത്രയും സാധനം റെഡിയാക്കി വയ്ക്കുക. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഉരുകി വരുമ്പോൾ നമ്മൾ സ്പൈസസ് ഇടും. ബേ ലീഫ് 2 എണ്ണം, കാർഡമം 5, ക്ലൗസ് 5 എണ്ണം, പിന്നെ സിനമൺ സ്റ്റിക്ക്. ഇത്ര ഇട്ടിട്ട് ഒന്ന് മണം വരുമ്പോൾ മൂപ്പിക്കുക. എന്നിട്ട് 1 ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തത് നേരിയതായിട്ട് കട്ട് ചെയ്ത് ഇടുക. എന്നിട്ട് ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ സോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുതിർത്തി വെച്ചേക്കുന്ന ജീരകശാല അരി അതിലേക്ക് ഇടുക. എന്നിട്ട് അത് ഡ്രൈ ആൻഡ് ക്രിസ്പ് ആവുന്നവരെ ഒന്ന് സോട്ട് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ. അപ്പം നമ്മുടെ അരി നല്ല സോഫ്റ്റ് ആവരുത്, അത് കുറച്ചൊന്ന് കടിക്കുന്ന അത്രയും രീതിയിൽ അത് ചൂടാക്കിയിട്ട് സോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോയിലാണ് എടുത്തത്. എന്നിട്ട് അത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് ഇളക്കുക. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ലൈം ജ്യൂസ് ഇടുക. ഞാൻ 1 ലൈമിൻ്റെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് കവർ ചെയ്ത് ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഗീ റൈസ് റെഡി ആവുന്നുണ്ട്. എന്നിട്ട് വേറൊരു പാത്രം എടുക്കുക. എന്നിട്ട് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഒരു 2 പീസ് സിനമൺ സ്റ്റിക്ക് അതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന 1 വെല്ലുള്ളി അതിലേക്ക് ഇടുക. എന്നിട്ട് അത് സോഫ്റ്റ് ആവുന്നവരെ സോട്ട് ചെയ്യുക. ഈ സമയം നമ്മൾ മല്ലിച്ചപ്പും പുതിനയിലയും ഗ്രീൻ ചില്ലീസുള്ള പേസ്റ്റ് ആക്കിയെടുക്കും. അപ്പോൾ ഉള്ളി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. അതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ അത് സോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ വെജിറ്റബിൾസ് എന്തൊക്കെയാണോ, ഞാനിവിടെ ക്യാരറ്റും ബീൻസും എടുത്തുള്ളൂ. നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് വേണോ അതൊക്കെ ഇടാം. വേണേൽ പനീറും വേണം ഇടാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് സോട്ട് ചെയ്യുക ഒരു 10 മിനിറ്റ്. എന്നിട്ട് ആവശ്യമുള്ള ഉപ്പ്, അധികം ഉപ്പ് ചേർക്കരുത്, ചോറിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് കുറച്ച് ചേർത്താൽ മതി. ഞാൻ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് വീണ്ടും സോട്ട് ചെയ്യുക. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ. ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ചേർത്ത് 10 മിനിറ്റ് സോട്ട് ചെയ്യുക. അപ്പം ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കൊറിയാൻഡർ മിൻറ്റ് ഗ്രീൻ ചില്ലീസ് പേസ്റ്റ് അതിലേക്ക് ചേർക്കുക. ഇതാണ് ആക്ച്വലി പുലാവിൻ്റെ ഫ്ലേവർ വരുന്നത്. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒരു 10 മിനിറ്റ് സോട്ട് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ. അത് കഴിഞ്ഞ് നമ്മുടെ ഗീ റൈസ് അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക മസാലയായിട്ട്. പത്ത് മിനിറ്റോളം സോട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വെജ് പുലാവ് റെഡിയായി. ഇനി ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം.
വളരെ ഈസി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.